ക്ഷേത്രം ബോർഡിൻ്റെ വക. തന്ത്രിക്ക് ഉത്സവ സമയത്ത് വന്നാൽ മതി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തന്ത്രി നോക്കണമെന്നില്ല. ഈ ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര് സ്വന്തം തിരുമേനി സഹിതം നിലവിലിപ്പോൾ ജയിലിലാണ്. 14 ദിവസം ഇനി അദ്ദേഹത്തിന് സർക്കാർ ചെലവിൽ ഉണ്ടുറങ്ങാം. മന്ത്രം പഠിച്ച് തന്ത്രിയാകാതെ തന്ത്രം പഠിച്ച് മന്ത്രിയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരമാണ് പോങ്ങനുള്ളത്. തന്ത്രം അറിയാതെ പോയത് കൊണ്ട് തന്ത്രി ജയിലിലായി. തന്ത്രം അറിഞ്ഞിരുന്നേൽ അദ്ദേഹം ഇപ്പോൾ മന്ത്രിമന്ദിരത്തിൽ അങ്ങനെ അങ്ങോട്ടേക്ക് വാണേനെ. ഒരു കാര്യത്തിൽ ആശ്വസിക്കാം കേട്ടോ, മന്ത്രിമാർക്കുള്ള ഒരു സൗകര്യം കുറച്ച് ദിവസത്തേക്കെങ്കിലും തന്ത്രിക്കും അനുഭവിക്കാൻ കഴിയും. അതായത് പോലീസ് കാവൽ. മന്ത്രിയെ പോലെ 24 മണിക്കൂറും പോലീസിന്റെ കാവലിൽ ഇനി തന്ത്രിക്കും കുറച്ച് ദിവസമെങ്കിലും കഴിയാം. പോലീസുകാരെ സംബന്ധിച്ച് കള്ളന്മാർക്ക് കാവൽ നിൽക്കുന്നതിന്റെ കർമ്മരൂപത്തിലുള്ള പ്രായശ്ചിത്തമായി അത് മാറുകയും ചെയ്യും. ഏത് എന്തായാലും അതവിടെ നിൽക്കട്ടെ. തന്ത്രിയുടെ അറസ്റ്റ് കഴിഞ്ഞു, അത് സംഭവിച്ചു. നാട്ടുപ്രബുദ്ധർക്കും പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കും ഒക്കെ തലപൊക്കാനും നെഞ്ചുവിരിക്കാനും അതുപോലെ തന്നെ നാവെടുക്കാനുമായി ഇത്രയുമൊക്കെ മതി. തന്ത്രി തസ്കര സംഘത്തിന്റെ തലവനാണെന്നാണ് കമ്മികൾ ഇപ്പോൾ പറയുന്നത്. സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒന്നും കനകക്കൊള്ളയിൽ ഒട്ടും തന്നെ പങ്കില്ല, അങ്ങനെയും അവർ പറയുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ഇപ്പോൾ തന്ത്രിയാണ് എന്നുള്ള ഒരു വിചാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രബുദ്ധ സമൂഹം. മാധ്യമങ്ങളും ആ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രബുദ്ധ കേരളത്തിന്റെ കണ്ണിൽ ഇനി തന്ത്രിയും അദ്ദേഹത്തിന്റെ തസ്കര സംഘവുമാവും ശബരിമല കൊള്ളയുടെ പിന്നിലുള്ളത്. അങ്ങനെയാവും ചരിത്രം. എന്നാൽ ഞാനോ ന്യൂനപക്ഷമാണെങ്കിൽ കൂടി പ്രബുദ്ധ കേരളത്തിലെ പോങ്ങന്മാർ ഇതുകൊണ്ട് തൃപ്തരാവുമോ എന്ന കാര്യത്തിൽ ഈ മുത്തുപോങ്ങന് വളരെ നല്ല നിലയിലുള്ള സംശയമുണ്ട്. തന്ത്രിയും തന്ത്രിയുടെ തസ്കര സംഘവും കൂടി എത്ര കിണഞ്ഞു ശ്രമിച്ചാലും ശബരിമലയിൽ നിന്ന് ഒരു കോപ്പും കട്ടുകൊണ്ടു പോകാൻ അവർക്ക് പറ്റില്ല. പക്ഷേ ക്ഷേത്ര കാര്യത്തിൽ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡാണ്. 2011 കോൺഗ്രസിന്റെ ഭരണകാലത്ത് പോലും തന്ത്രിക്ക് ലഭിക്കാത്ത വിലയും നിലയും വൈരുദ്ധ്യാത്മക ഭൗതികവാദികൾ ദേവസ്വം ഭരിക്കുന്ന ഒരു കാലത്ത് തന്ത്രിക്ക് കിട്ടുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? 15 കൊല്ലങ്ങൾക്ക് മുൻപ്, അതായത് 2011 ഒടുക്കം, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞ ഒരു കാര്യം പോങ്ങൻ തീർച്ചയായിട്ടും ഒന്ന് കേൾപ്പിക്കാം. കുടുംബത്തിനാണ് പരമാധികാരം എന്നാണ് പറയുന്നത്. പൂജാതി കാര്യങ്ങൾക്ക് തന്ത്രി കുടുംബത്തിന് അവകാശമാണ്. പക്ഷേ ക്ഷേത്ര കാര്യത്തിൽ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡാണ്. ശ്രീകോവിലിനകത്ത് ആര് കയറണം എന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. അത് ബോർഡിൻ്റെ തീരുമാനമാണ്. ക്ഷേത്രം ബോർഡിൻ്റെ വക. അപ്പം ബോർഡാണ് തീരുമാനിക്കുന്നത് ആരതിനകത്ത് കയറണമെന്ന് എടുക്കുന്നത്. അപ്പോൾ തന്ത്രിക്ക് അവകാശമുണ്ട്, പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നതിന് അവകാശമുണ്ട്. അതുപോലെ തന്ത്രിക്ക് ഉത്സവ സമയത്ത് വന്നാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്ത്രി നോക്കണമെന്നില്ല. കേട്ടോ, തന്ത്രി കുടുംബത്തിനാണ് പരമാധികാരം എന്ന് റിപ്പോർട്ടർ പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രതിനിധി പറയുന്നത് അതെ, പൂജാതി കാര്യങ്ങളിൽ തന്ത്രി കുടുംബത്തിനാണ് പരമാധികാരം. അതേ എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ടർ പറഞ്ഞതിനോട് യോജിക്കലല്ല, ഭാഗികമായി യോജിച്ചുകൊണ്ട് പുള്ളി ഒരു വസ്തുത പറഞ്ഞു. പൂജാതി കാര്യങ്ങളിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ഷേത്ര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെതാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് 2011. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്ത്രി നോക്കണമെന്നില്ല എന്നും സംശയത്തിന് ഇടയില്ലാതെയാണ് ദേവസ്വം ബോർഡ് പ്രതിനിധി പറഞ്ഞത്, അല്ലെ? ഇപ്പോഴത്തെ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരിന്റെ പിതാവായിട്ടുള്ള കണ്ഠരര് മഹേശ്വരര് തന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് പോലും തന്ത്രിയോട് കൈക്കൊള്ളുന്ന സമീപനം ഇതാവുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയാവുമ്പോൾ, അമ്പലവുമില്ല തേവരുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മികൾ എത്രത്തോളം തന്ത്രിയെ വിലവെക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊന്നും ഓർക്കണ്ടേ നമ്മൾ? ഇനിയിപ്പോ അത്രയൊന്നും ചിന്തിക്കാനും ഓർക്കാനും ഒന്നും സമയമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പോകാൻ പറയാം. അതായത് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് തന്ത്രിയാണെന്നാണല്ലോ വൈപ്പ്. അതിന്റെ പേരിൽ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ, അല്ലേ? ശരിയാണ്. ശരീരം കൊത്തിനുറുക്കി TP ചന്ദ്രശേഖരനെ വധിച്ചതിന് കൊടിസുനി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? എന്നാൽ വ്യക്തിവിരോധം തീർക്കാനായി കൊടിസുനി നടത്തിയിട്ടുള്ള കൊലപാതകമായിരുന്നോ അത്? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഒരിക്കലുമല്ല. കൊടിസുനി കൊലപാതകയാവാം, എന്നാൽ കൊന്നത് കൊടിസുനിക്ക് വേണ്ടിയല്ല. ഇനി ആർക്കു വേണ്ടിയാണെങ്കിൽ തന്നെ കുറഞ്ഞപക്ഷം കൊടിസുനി അവിടെ കൊല ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്ത്രിയോ? ശബരിമലയിൽ നിന്ന് സർക്കാരിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ജീവനക്കാരുടെയും പോലീസിന്റെയും ഒക്കെ കണ്ണുവെട്ടിച്ച് മന്ത്രം മാത്രം അറിയാവുന്ന ഒരു തന്ത്രി ഭഗവാന്റെ സ്വർണം ഇത്രയും വില പിടിച്ച നിലയിൽ വല്ല പൊട്ടുംപൊടിയോ ഒക്കെ ആണെങ്കിൽ പോട്ടെ, ഇത്രയും പാളിയായി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ, കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രബുദ്ധർക്ക് പറ്റും. പക്ഷെ പോങ്ങന്മാർക്ക് അതെങ്ങനെ സാധിക്കും? ഇനിയിപ്പോ തന്ത്രി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കുക. കൂട്ടുനിന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോങ്ങന് മറ്റൊരാളെ പറ്റി നിങ്ങളോട് പറയാനുണ്ടാവും. ആദ്യം കൊടിസുനിയെ പറ്റി പോങ്ങൻ പറഞ്ഞു, ഇനി മറ്റൊരാളെ കുറിച്ചുകൂടി പോങ്ങൻ പറയാം.
അതായത് ഭാര്യയെ വിധവയാക്കിക്കൊണ്ട് കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലെ തൻ്റെ വീട്ടിലേക്ക് പരേതനായി കയറി ചെന്ന സഖാവ് നവീൻ ബാബുവിനെ പറ്റി. നവീൻ ബാബുവിനെ ഓർക്കുന്നുണ്ടോ? മറന്നു കാണും. നമുക്കൊക്കെ ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളുള്ളവരാണ്, തിരക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, പലതിനും അറുതി വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ തിരക്കുള്ളവരാണ്. നവീൻ ബാബുവിനെ മറന്നിട്ടുണ്ടാവും. മറക്കുകയോ മറക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്തായാലും നവീൻ ബാബു അഴിമതിക്കാർക്കും കള്ളന്മാർക്കും എതിരായി നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ആ നവീൻ ബാബുവിന് ഭാര്യയെ വിധവയാക്കാനും തൻ്റെ മക്കളെ അനാഥരാക്കാനും സ്വയം പരേതനാവാനും ഒക്കെ സാധിച്ചത്. ഇത് കേരളമാണ്. സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൂട്ടുനിന്നില്ല എങ്കിൽ ഒരു പക്ഷേ തൻ്റെ അന്തർജനം വിധവയും അതുപോലെ തന്നെ മക്കൾ അച്ഛനില്ലാത്തവരുമായി മാറിപ്പോകുമെന്ന് തന്ത്രി ചിന്തിച്ചിരുന്നെങ്കിലോ, ആലോചിച്ചിരുന്നെങ്കിലോ, ഭയന്നിരുന്നെങ്കിലോ? ഇവരെ എതിർത്താൽ സ്വന്തം പൂണൂലിൽ തൂങ്ങി മരിച്ച ആദ്യത്തെ തന്ത്രിയായി താൻ മാറുമെന്ന് സാക്ഷാൽ അയ്യപ്പൻ തന്നെ തന്ത്രിയോട് പറഞ്ഞിരുന്നുവെങ്കിലോ? അതിനുള്ള സാധ്യത എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഒക്കെ പോട്ടെ. തൽക്കാലം ഈ പോങ്ങൻ പ്രബുദ്ധർക്കൊപ്പം കൂടി തന്ത്രിയെ പഴിക്കാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൽക്കാലം നിൽക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് അപ്പോൾ പഴിക്കാം. ഇപ്പോൾ തൽക്കാലം ഇല്ല. ഈ ജിഷ്ണു പ്രണോയ്, അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ? ഒരു പയ്യൻ ജിഷ്ണു പ്രണോയ് 2017 ജാനുവരിയിലും മറ്റോ ആണ് മരിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? കൃത്യമായിട്ട് ഓർമ്മയില്ല. 2017 തുടക്കത്തിലാണ് ജിഷ്ണു പ്രണോയിയുടെ മരണം. അതുപോലെ തന്നെ ആ തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റം, ഇങ്ങനെയുള്ള പല വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ 2017 ദിലീപിന്റെ അറസ്റ്റ് കൊണ്ട് സാധിച്ചു. ചത്തത് കീചകനാണ് എങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ആവുമെന്ന് അറിയാവുന്ന പ്രബുദ്ധ ജനതയ്ക്ക് ദിലീപിനെ കുറ്റവാളിയായി കണക്കാക്കാൻ ഒട്ടും തന്നെ മനസാക്ഷിക്കുണ്ടായിട്ടേയില്ല. ഇപ്പോഴും മനസാക്ഷിക്കുത്തില്ല. ദിലീപ് തന്നെ ഗൂഢാലോചന ദിലീപ് നടത്തി. ഗൂഢാലോചനാ കുറ്റം തെളിയിച്ചില്ല എന്ന് കേഴുന്ന ഒരൊറ്റ മാപ്രയോ പ്രബുദ്ധനോ TP ചന്ദ്രശേഖരൻ വധത്തിലെ ഗൂഢാലോചനയെപ്പറ്റി പക്ഷെ മിണ്ടുന്നേയില്ല കേട്ടോ. മിണ്ടിയിട്ടേയില്ല. ഇപ്പം മിണ്ടുന്നില്ലെന്നല്ല, അന്നും മിണ്ടിയിട്ടില്ല. കൊടിസുനിക്ക് ലഭിച്ച ശിക്ഷയിൽ അവർ വളരെ തൃപ്തരാണ്. എന്നാൽ അതിജീവിതയുടെ കാര്യത്തിൽ അവർക്ക് അടക്കം കിട്ടുന്നില്ല എന്ന് കരുതി ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ ഗൂഢാലോചനാവാദം ഒരൊറ്റ പ്രബുദ്ധനോ മാപ്രയോ ഉയർത്തില്ല കേട്ടോ. അങ്ങനെ സംശയിക്കരുത്. കാരണം ഈ തന്ത്രിയുടെ അറസ്റ്റിൽ അവർ വളരെ തൃപ്തരാണ്. കൊടിസുനിയിൽ കിട്ടിയ അതേ തൃപ്തി തന്ത്രിയുടെ കാര്യത്തിലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. തന്ത്രി സ്വമേധയാ സ്വർണം കട്ടതാണ്, അവർക്ക് സംശയമില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നോ മറ്റോ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ കുന്ത്രാണ്ടമാണ്. ഇനിയിപ്പോൾ വേണ്ടത് അരയ സമുദായത്തിന് തന്ത്രിസ്ഥാനം അങ്ങോട്ടേക്ക് നൽകുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. ഏതോ ഒരു ജേർണലിസ്റ്റ്, മുഴുവൻ സമയ മദ്യപൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു രാജൻ എബ്രാഹിമോ അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പേര്, അദ്ദേഹം പറയുന്നത് കേട്ടു ഈ തന്ത്രിസ്ഥാനം അരയ സമുദായത്തിനോ മറ്റോ കൊടുക്കണമെന്ന്. എന്തായാലും അദ്ദേഹമല്ല അത് പറയാൻ യോഗ്യൻ. ആരൊക്കെയാണ് ഇനിയിപ്പോൾ അരയരാവേണ്ടത് എന്ന് മരക്കൊള്ളക്കാരൻ്റെ ആ ചാനൽ പ്രബുദ്ധ സമൂഹത്തിന് പറഞ്ഞു തരും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് തന്ത്രിയാവേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അരയരാവേണ്ടത് എന്നുള്ളത് ആ മരക്കൊള്ളക്കാരൻ്റെ ചാനൽ പറഞ്ഞു തരും. പ്രബുദ്ധ മലയാളികളുടെ സൈദ്ധാന്തിക ശേഷിയെ വളരെ ആദരവോടെ നമിച്ചുകൊണ്ട് പോങ്ങി സംസാരം ഇവിടെ നിർത്തിക്കോളാം കേട്ടോ. സ്വാമി ശരണം. ഭഗവാൻ അയ്യപ്പന് നന്മ മാത്രം വരട്ടെ. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അയ്യപ്പനോടൊപ്പം നമുക്കും നല്ലത് മാത്രം വരട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാവാം. അൺസബ്സ്ക്രൈബ് ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ അതും ആവണം. അതുപോലെ തന്നെ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യണം. അതായത് 299 രൂപ എല്ലാ മാസവും എനിക്ക് നൽകാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളവർ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സഹകരണ ബുദ്ധി, സന്മനസ് ഒക്കെ പ്രകടിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് അടുത്ത സംസാരത്തിലൂടെ വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. തീർച്ചയായിട്ടും ഭഗവാൻ അയ്യപ്പനും നല്ലത് മാത്രമേ വരാവൂ എന്ന് പറയുന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പോങ്ങനി സംസാരം തീർച്ചയായിട്ടും ഇവിടെ നിർത്തുന്നു.
സ്നേഹം. ടാറ്റ.